പിന്നെ സത്യം പറഞ്ഞ വീട്ടിൽ നിന്ന് ആരും കലാരംഗത്തേക്കില്ല. ഈ നാടകമോ സിനിമയോ ഒന്നും ആരും ചെയ്യില്ല. പിന്നെ എന്നാ ഈ ഒരു നാടകം ഇടാനും അത് നിങ്ങൾ യൂത്ത് ചേർന്ന് അതെന്താണെന്നറിയില്ല. ഞാൻ പറയാം, അച്ഛൻ നല്ലൊരു കലാകാരനായിരുന്നു. അച്ഛൻ്റെ കുറച്ച് എന്താ പറയുക, ഒരുപാട് ഫാമിലി ബുദ്ധിമുട്ടുകൾ. അച്ഛൻ വളരെ കഷ്ടപ്പെട്ട് സെക്രട്ടറിയിലായിരുന്നു ജോലി. അങ്ങനെ ജനിച്ച് വളർന്ന ഒരാളാണ്. ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടു. അപ്പോൾ അച്ഛൻ നല്ലൊരു കലാകാരനായിരുന്നു. നന്നായിട്ട് പാട്ട് പാടും. അച്ഛൻ അഭിനയിക്കുന്ന ഇഷ്ടമാണ്. ചെറിയ ചെറിയ എന്താ പറയുക മോൺ ആക്റ്റുകളൊക്കെ കാണിക്കും. അപ്പോൾ അങ്ങനെ അച്ഛൻ്റെ നിന്ന് കണ്ടായിരിക്കും ചിലപ്പോൾ എനിക്ക് അങ്ങനെ ഒരു താല്പര്യം വന്നത്. എനിക്ക് തോന്നുന്നു ഞാനൊരു സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് നാടകം ചെയ്യുന്നത്. അപ്പോൾ അന്ന് എൻ്റെ മനസ്സിനകത്ത് ഒരു സാധനം എനിക്ക് തോന്നുന്നു അത് ഒരു അച്ഛൻ്റെ എന്തെങ്കിലും മോട്ടിവേഷൻ ആയിരിക്കും. എനിക്കിപ്പോൾ പറഞ്ഞാൽ എനിക്ക് അറിയില്ല. അച്ഛൻ ഇങ്ങനെ മോന് സിനിമ സ്ക്രീനിൽ വന്നോക്കെ അച്ഛൻ കണ്ടില്ലേ? ഇല്ല, അച്ഛൻ എനിക്കൊരു 16-17 വയസ്സുള്ളത് മരിച്ചു. നാടകം ചെയ്യുമ്പോൾ അച്ഛൻ കണ്ടില്ലേ? ഇല്ല, പ്രൊഫഷണൽ നാടകത്തിലോട്ട് ആ സമയത്ത് കണ്ടിട്ടുണ്ട്. സ്കൂൾ നാടകങ്ങൾ കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അച്ഛൻ 9th പഠിക്കുമ്പോഴാണ് അച്ഛൻ ലാസ്റ്റായിട്ട് എൻ്റെ ഒരു നാടകം കാണാൻ വരുന്നത്. പേരിന് തന്നെ സാജൻ ഒരു പ്രത്യേകതയുണ്ട്. ഈ സാജൻ സൂര്യ എന്ന് പറഞ്ഞ അച്ഛൻ്റെ പേര്. എൻ്റെ പേര് സാജനസ് നായർ എന്നാണ്. കണ്ടോ സത്യമൊക്കെ വെടി വരുന്നു. അപ്പോൾ ഇപ്പോൾ ഞാനത് അറിയാം, നാടകത്തിന് വേണ്ടിയിട്ട് അത് മാറ്റിയതാ. കാരണം ഈ മൈക്കിൽ കൂടെ നമ്മൾ വിളിച്ച് പറയുമ്പോഴേ ഇന്ന ക്യാരക്ടർ ചെയ്യുന്ന സാജനസ് നായർ എന്ന് പറയുമ്പോൾ അതിനകത്തൊരു സുഖമില്ല. പിന്നെ അല്ലെങ്കിൽ എനിക്ക് പണ്ട് മുതൽ ഈ ജാതിപ്പേര് കൊണ്ടു കിടക്കുന്നത് എനിക്ക് വലിയ താല്പര്യമുള്ള കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് അന്ന് നാടകം ചെയ്തുകൊണ്ടിരുന്ന പരമേശ്വരൻ കുര്യാത്തി എന്ന് പറഞ്ഞാൽ അദ്ദേഹം എൻ്റെ പറഞ്ഞു, നമുക്ക് ആ പേരൊന്ന് മാറ്റാം, നമുക്ക് പറയുന്നതിനൊരു സുഖമില്ല. അപ്പം ഒരുപാട് പേരുകൾ നോക്കിയപ്പോൾ ആര്യ കമ്മ്യൂണിക്കേഷൻസ് ആയതുകൊണ്ട് സാജൻ ആര്യ എന്നൊക്കെ നോക്കിയെങ്കിലും ഒന്നും സ്യൂട്ടാവണില്ല. അപ്പം എൻ്റെ വീട്ടുപേര് സൂര്യ എന്നാണ്, അമ്മയുടെ പേര് സൂര്യകല എന്നാണ്. അപ്പം അമ്മയുടെ ഈ സൂര്യയാണ്, ആ സൂര്യകലയുടെ സൂര്യയാണ് വീടിനിട്ടിരുന്നത്. അപ്പോൾ അതിന് എൻ്റെ പേരിൻ്റെ കൂടെ ചേർത്തപ്പോൾ ഒരു എന്താ പറയുക, ഇതൊരു 1996 ഇട്ട പേരായത് സാജൻ സൂര്യ എന്ന്. ശരിക്കും ആ പേരിട്ടതിന് ശേഷം വ്യത്യാസമല്ലേ? ഒരുപാട് വ്യത്യാസമുണ്ട്. ജീവിതത്തിൽ ഒരുപാട് ലക്ക്. അമ്മ ഇത് കണ്ടപ്പോ സന്തോഷായില്ലേ മോനിങ്ങനെ മിനി സ്ക്രീനിലേക്ക് വരുന്നത്? മറ്റേ അച്ഛനൊരു ഇച്ചിരി കലയുണ്ടല്ലോ, അന്നേരം അമ്മയ്ക്ക് അറിയാലോ അതിനെ കുറിച്ചും എല്ലാം. അമ്മയും കലയാണ് സൂര്യകല. അമ്മയ്ക്ക് അല്ല തമാശ അല്ല, ഞാൻ കാര്യമായിട്ട് ചോദിക്കാം. അമ്മയ്ക്ക് എന്നാ സന്തോഷമായിരിക്കും അല്ലെ അച്ഛന്റെ ഒരു ആഗ്രഹം മകനിൽ കാണുന്നതൊക്കെ പറയുമ്പോ? സത്യം പറഞ്ഞാൽ നമുക്ക് ഗൈഡ് ചെയ്യാൻ ഒരാളില്ലാത്ത വലിയൊരു പ്രയാസം അല്ലേ? പ്രത്യേകിച്ച് ഇന്നത്തെ പോലെയല്ല. നമ്മളെന്താ പറയുക, ഒരു 95-96 ആ സമയം എന്നൊക്കെ പറയുമ്പോൾ ഇത്രയും ചാനലുകളൊന്നും ഇല്ല. അപ്പം ഒന്നുമില്ല. നമുക്ക് അങ്ങനെ സിനിമ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര അത്ഭുതമുള്ളൊരു സാധനമാണ്. ഞാൻ ആ സമയത്ത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഭയങ്കര ഫിനാൻഷ്യലി ഭയങ്കര സൗണ്ട് ആയിട്ടുള്ളൊരു ഫാമിലിയല്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫാമിലിയാണ്. എന്നാൽ പോലും നമുക്ക് ഈ ഡെയിലി സിനിമ കാണാനൊന്നും പൈസ തരുമല്ലോ. അപ്പൊ അതുകൊണ്ട് വല്ല തേങ്ങയും മാങ്ങയൊക്കെ വിറ്റിട്ട് അമ്മ അറിയാതെ പോക്കറ്റ് മണിയും തരില്ല, അതിനുള്ളതൊന്നുമില്ല. പിന്നെ അടുക്കളയിൽ ചില്ലറയൊക്കെ അടിച്ചു മാറ്റി അതിനേക്കാളും നമ്മൾ അവിടെ ഈ പറമ്പായതുകൊണ്ട് ഇഷ്ടംപോലെ തേങ്ങയും മാങ്ങയും കശുവണ്ടിയൊക്കെ ഉണ്ട്. ഈ സാധനത്തെ ഇതിനെ എടുത്തുകൊണ്ട് പോയിട്ട് ഇപ്പം നമ്മൾ അത്യാവശ്യം അവിടെ അറിയപ്പെടുന്ന ഒരു ഫാമിലി ആയതുകൊണ്ട് എനിക്കിത് കൊണ്ട് വിൽക്കാൻ പറ്റില്ല ചന്തയിൽ. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് വിനോദ് എന്ന് പറഞ്ഞിട്ട്, ഇവൻ കുറച്ച് മാറിയാണ് താമസിക്കുന്നത്. അപ്പം അവൻ ഈ സാധനങ്ങളെല്ലാം മേടിച്ചിട്ട് ചന്തയിൽ കൊണ്ടുപോയിട്ട് എവിടെ ഇരുന്ന് ഈ സാധനം വിൽക്കും. ഇത് കൊണ്ടാണ് ഞങ്ങൾ രണ്ടും കൂടെ സിനിമയ്ക്ക് പോകുന്നത്. കവലയിൽ ചെന്ന് ഇരുന്ന് വിറ്റിട്ടുണ്ട് ഈ സാധനം. സ്ഥലം കരകുളം, എനിക്കര. കരകുളം. പുള്ളി ആളും മോശമല്ല. കവലയിൽ ചെന്ന് ഞാൻ വിചാരിച്ച കവലയെ കൊണ്ട് ചന്തയെ കൊടുത്തേച്ച് പോരുമായിരിക്കും. കവലയെ കൊണ്ട് ഈ സാധനം നിരത്തി വെച്ചിട്ട് ആശ അത് വിറ്റിട്ടാണ് ഈ കാശും കൊണ്ട് ഞങ്ങൾ സിനിമയ്ക്ക് പോകാറുണ്ട്. വെരി ഗുഡ്, നോട്ട് ബാഡ്. എന്നാലും വേണ്ടതല്ല, സ്വന്തം അധ്വാനം കൊണ്ട് മേടിച്ചേച്ചേ കട്ട മുതലാന്നേലും. എന്റെ വിശേഷം കേട്ടത് എന്റെ സ്പെഷ്യൽ ഇന്നത്തെ ഞാൻ ഇതുവരെ തന്നില്ല. ഭക്ഷണം എന്തായാലും ചൂടോടെ കഴിക്കുന്നല്ലേ എന്റെ സ്വാദ്. അത് വിളമ്പിച്ച് ബാക്കി വെക്കാം. പുതിയ വെറൈറ്റി അല്ലേ? എന്താ പേര്? ഗ്രീൻ സീ ഗരം ചിക്കൻ. ഗ്രീൻ സീ മീൻസ് ഇതിനകത്ത് പച്ചമുളകും ക്യാപ്സിക്കും ഒക്കെയാണ്. പിന്നെ ഗരം മീൻസ് സ്പൈസി. ഗരം മീൻസ് ഹിന്ദിയിൽ ഗരം മീൻസ് ചൂടെന്നല്ലേ? എന്നാ ഇച്ചിരി നമുക്ക് ഭക്ഷണത്തോട് വരുവാണെങ്കിൽ ഇച്ചിരി സ്പൈസി ആയിട്ട് തന്നെ കമ്പയർ ചെയ്യാം. പിന്നെ ചിക്കൻ, അത്രേ ഉള്ളൂ. നല്ല ടേസ്റ്റ് ഉണ്ട്. എന്തായാലും സൂപ്പർ. ക്യാപ്സിക്കം ഉണ്ട്. ക്യാപ്സിക്കം ഉണ്ട്. നമ്മുടെ ചിക്കൻ അല്ല, പക്ഷെ എന്നാ ഒരു വ്യത്യാസം.
അത്രേ ഉള്ളൂ. ഞാൻ ഈ നേരത്തെ ചോദിച്ചില്ലേ വേറെ ജോലി തന്നെ ഏതെങ്കിലും ഉണ്ടോന്ന് ചോദിച്ചേ, ഒഫീഷ്യൽ ആയിട്ടുള്ള അല്ലാതെ ഈ അടുക്കളപ്പണിയൊക്കെ ചെയ്യാറുണ്ടോ വീട്ടില്? ഭാര്യ കൂടെ ഉണ്ടായിരുന്ന സത്യം അറിഞ്ഞേനെ. അല്ല, അത് ഇപ്പൊ വേണമെങ്കിൽ അത് പറയാലോ. പിന്നെ ഞാൻ ഒരുപാട് ജോലി ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ പാത്രം കഴുകാറുണ്ട്, ദോശ വിടാറുണ്ട്, ഇഡ്ഡലി വിടാറുണ്ട്, എല്ലാം ചെയ്യാറുണ്ട്. ഇപ്പൊ ധൈര്യമായിട്ട് ആക്കിയെടുക്കും. ചമ്മന്തി അരയ്ക്കാറുണ്ട്, തേങ്ങ ചുരുക്കി കൊടുക്കാറുണ്ട്. പിന്നല്ലാണ്ട് ഇപ്പൊ ആളില്ലാത്ത എന്തായാലും സത്യമാണോ നുണയാണോ എന്നുള്ളത് ഞാൻ പുള്ളിക്കാരത്തിയോട് ചോദിച്ചേച്ച് പറയാട്ടോ. ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്നോണ്ട് എന്നാ വേണേലും പറയാലോ. ശരിയാ. അല്ല അങ്ങനെയല്ല. അല്ലേ തന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ഭർത്താക്കന്മാര് ഭാര്യമാരെ ഇച്ചിരി സഹായിക്കുന്നോണ്ടൊന്നും ഒരു കുഴപ്പമില്ല. എനിക്കിഷ്ടാ. പിന്നല്ല, ഞാൻ വീട്ടിലുള്ള സമയത്ത് ചെയ്യാറുണ്ട്. ഒന്നുമല്ലെങ്കിൽ പാത്രങ്ങൾ കഴുകാറുണ്ട്. അതാ ഏറ്റവും വലിയ ഉപകാരം കേട്ടോ. എന്നാ കുറയ്ക്കുന്നേ, നമ്മൾ ഇച്ചിരി 50-50 ആയിട്ട് ജോലി ചെയ്യുന്ന പറഞ്ഞാൽ ഒന്നും വരാനൊന്നുമില്ല. നമ്മുടെ വീടല്ലേ, അല്ല പിന്നെ വേറെ ആരെങ്കിലും കൊണ്ട് ചെയ്യാനൊക്കെയല്ലേ, അല്ലെങ്കിൽ ഭാര്യയ്ക്കൊന്ന് സഹായിച്ചെന്ന് പറഞ്ഞാൽ എന്നാ പറ്റുന്നത്? ഒരു കുഴപ്പമില്ല, എനിക്കിഷ്ടം. ആണുങ്ങൾ എപ്പോഴും ഞാൻ പറയാം അടുക്കളയിൽ കയറുക. ആണുങ്ങൾ അടുക്കളയിൽ കയറിയിട്ട് പെണ്ണുങ്ങളെടുത്ത് നിന്ന് സഹായിക്കുമ്പോൾ അതിനകത്തൊരു പ്രത്യേക സ്നേഹമുണ്ട്. ഇല്ല, ഉറപ്പാണ്. വളരെ സത്യമാണ്. പുള്ളിക്കാരത്തി വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഹൗസ് വൈഫ്. CA ആണ്. പിന്നെ 2 പെൺകുട്ടികളായുണ്ട്. ആ കോഴ്സ് കഴിഞ്ഞിട്ട് മതി. അത് അത്രേ ഉള്ളൂ കേട്ടോ. പെൺപിള്ളേർക്ക് എപ്പോഴും അമ്മമാര് കൂട്ടു വേണം എല്ലാ കാര്യത്തിനും. എനിക്ക് അതിനോട് ഭയങ്കര യോജിപ്പ്. അങ്ങനത്തെ ഉള്ള അമ്മമാരന്നേലെ ജോലിക്കൊക്കെ പിന്നെ പോയാൽ മതിയേ. കറക്റ്റാ, എനിക്കും അതാ ഇഷ്ടം. അല്ലെന്നറിയോ, ഒന്നാമത്തെ കാര്യം അവരെ കറക്റ്റ് ചിട്ടയിൽ വളർത്തുക, അവരുടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അവരുടെ കൂടെ നടക്കുക. അപ്പം അതുകൊണ്ടുള്ള പ്രശ്നം അറിയോ, അച്ഛനെന്ന് പറയുന്ന സാധനത്തിനകത്ത് ഭയങ്കര സ്നേഹം കുറവാണ്. അമ്മ എന്ന് പറഞ്ഞ രക്ഷയില്ല. എനിക്ക് കാണുമ്പോൾ അസൂയ പോകാറുണ്ട്. ശരിക്കും പെൺപിള്ളേർക്ക് അപ്പന്മാരോട് സ്നേഹം കൂടുന്നൊക്കെ പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവളോട്. നീ ഇത്ര സ്നേഹിച്ചു കഴിഞ്ഞാൽ വലുതാൻ എൻ്റെ അടുത്തായിരിക്കും സ്നേഹം. വീട്ടിലെ ചിട്ടയൊക്കെ ഒന്ന് പറഞ്ഞേ. വീട്ടിലങ്ങനെ പ്രത്യേകിച്ച് ചിട്ട എനിക്ക് പറഞ്ഞു. ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആണെന്ന് പറഞ്ഞു. വെളിയിൽ പോയി സാധനങ്ങളൊന്നും മേടിക്കാറില്ല. വെളിയിൽ പോയി ഫുഡ് കഴിക്കും. കാരണം ഫുഡ് എന്ന് പറഞ്ഞാൽ എവിടെയൊക്കെ നല്ല ഫുഡുണ്ടോ അവിടെയൊക്കെ പോയി കഴിക്കാൻ ഞങ്ങളുടെ പരിപാടി. അതിന് വേണ്ടി യാത്ര ചെയ്യോ? ശരി. നമ്മുടെ നാട്ടിലും പുറത്തും ഒക്കെ പുറത്ത് കുറവാണ്. എന്താ പറയാ, നാട്ടിലിപ്പം കേരളത്തിൽ ഓടി നടന്ന് കഴിക്കാറുണ്ട്. കഴിയുന്നത് ഒരാൾ നല്ല സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അന്വേഷിച്ച് പോയി കഴിക്കും അല്ലേ? അത് കള്ള് ഷാപ്പാണെങ്കിലും ശരി, എല്ലാരും കൂടെ ഒരുമിച്ച് പോകും. ഭാര്യ മക്കളെ കൊണ്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഈ മോള് ചെറുതായിരുന്നപ്പോൾ ഇതേപോലെ തന്നെ ഏതോ ഒരു വലിയ ഷാപ്പിൽ പോയിട്ട്, മീൻസ് അങ്ങനത്തെ ഷാപ്പ് എന്ന് പറയുമ്പോൾ ഈ ഫാമിലിയും കൂടെ ഇരിക്കാൻ പറ്റുന്നൊരു ഷാപ്പാണ്. അങ്ങനെയല്ല. അപ്പോൾ അവിടെ പോയി മോളൊക്കെ ഇങ്ങനെ, ഇപ്പോഴും എൻ്റെ ഫോട്ടോ ഉണ്ട്, എൻ്റെ ടേബിളിൻ്റെ മണ്ടേ കയറി ചിക്കനൊക്കെ ഇങ്ങനെ കടിച്ചു വരികയാണ്. ശരിയാ. ശരിക്കും ഏറ്റവും കൂടുതൽ നല്ല ഏറ്റവും ടേസ്റ്റി ആയിട്ട് അവിടെയാ കിട്ടുന്നത്. ഇച്ചിരി ഉപ്പും എരിവും പുളിയും ഒക്കെ സ്പൈസി ആവണം. ഇഷ്ടമാണ് സ്പൈസ്. ഇഷ്ടം പിള്ളേർക്കും ഒക്കെ ഇഷ്ടമാണ്. എത്ര എരി ഉണ്ടെങ്കിലും പ്രോബ്ലം ഇല്ല. നാക്കുകയും ചെയ്യും, വെള്ളം കുടിക്കും, കഴിക്കുകയും ചെയ്യും. എന്നാലും കഴിക്കും. എരി പ്രശ്നമേ ഇല്ല. കുഞ്ഞിനും എരി വേണം. അത് ശരി. ഇത് ആദ്യമായിട്ടാ. ഏതെങ്കിലും ഒരു ഫുഡിനോട് പ്രത്യേക ഇഷ്ടം തോന്നിയിട്ടുണ്ടോ? നാടൻ ഫുഡിനടുത്താ ഭയങ്കര ഇഷ്ടം. മറ്റേ ചിക്കൻ ഫ്രൈഡ് റൈസ്, ചൈനീസ്, ഇറ്റാലിയൻ, കോണ്ടിനെന്റൽ അങ്ങനെ ഒന്നും ഏറ്റവും ഇഷ്ടം നല്ല പഴങ്കഞ്ഞി.